DJയുടെ RS4 Mini released. രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ സൈഡിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏതെങ്കിലും ഡ്രോൺ ആയിരിക്കും റിലീസാകാൻ പോകുന്നതെന്ന്. ഗിംബൽ സീരീസിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഗിംബൽസിൽ ഇങ്ങനെ ഭയങ്കര അപ്ഡേറ്റ്സ് ഒന്നും വരാറില്ല. ഇത്തവണ ഈ ഗിംബലിൽ കുറേ വെറൈറ്റീസ് കൊണ്ടുവന്നതായിട്ട് അവർക്ക് സാധിച്ചു. കാരണം DJയുടെ സീരീസ് DJ ഡ്രോണിൽ തുടങ്ങി അവർ എന്തൊക്കെ പ്രൊഡക്റ്റിലോട്ട് ഇപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഡ്രോൺ സീരീസിൽ നിന്ന് ഹാൻഡിൽ ക്യാംസ്, ജിംബൽ, സ്പീക്കേഴ്സ് ഇറക്കുന്നുണ്ട്. അവരിറക്കിയ മൈക്കൊക്കെ ഭയങ്കര രീതിയിൽ ട്രെൻഡായി. ഒരുപാട് പ്രൊഡക്ട്സ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിപ്പോൾ ലാസ്റ്റ് പവർ ബാക്കപ്പ്സ് ഇറക്കുന്നുണ്ട്. അവർ ഓരോരോ പുതിയ പ്രൊഡക്റ്റിലോട്ട് അവർ ഇൻവോൾവ് ആവുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രൊഡക്റ്റിന് എനിക്ക് മിക്കപ്പോഴും തോന്നാവുന്ന കാര്യം, ഇവർ ഭയങ്കര വെയിറ്റ് കുറച്ച് ഇവിടെ പ്രൊഡക്ട്സിനെ അവർ ഇറക്കുന്നു. ഡ്രോൺസ് ആവട്ടെ എന്തും ആവട്ടെ മാക്സിമം വെയിറ്റ് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക പ്രൊഡക്ട്സിന്. സോ ഈ ഗിംബലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഓട്ടോ ആക്സിസ് ലോക്ക്. ഗിംബൽ മിനി സീരീസിൽ ആദ്യത്തെ ഓട്ടോ ആക്സിസ് ലോക്കാണിത്. അവർ പറയുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ ഓട്ടോ ആക്സിസ് ലോക്കാണ്. 1 second in 1 second out എന്നാണ്. സെക്കൻഡ് ഈ ഗിംബലിൽ വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് 4th ജനറേഷൻ സ്റ്റെബിലൈസേഷൻ എന്നാണ്. സ്റ്റെബിലൈസേഷനിൽ വളരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തേർഡ് വണ് മിനി ബ്രീഫ് കേസ് ഹാൻഡിലാണ്. അതായത് നമുക്ക് ലോ ആംഗിൾ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രീഫ് കേസ് ഹാൻഡിൽ വരുന്നുണ്ട്. നമുക്കത് വേണ്ടാത്ത പക്ഷം നമുക്കത് ഊരി മാറ്റുകയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഒരു കസ്റ്റമായിട്ട് അത് വെച്ചിട്ടുള്ളത്. അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഗിംബലിൽ വെർട്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് കൂടാഞ്ഞിട്ട് നമുക്ക് ഫോൺ ഹോൾഡറും വെക്കാം. ഇതിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഗിംബൽ ഓട്ടോമാറ്റിക്കലി കാലിബ്രേറ്റ് കൂടെ ചെയ്തോളും. അതൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി. അടുത്തൊരു അപ്ഡേറ്റ്, നമുക്ക് വയർലെസ് ആയിട്ടും ബ്ലൂടൂത്ത് ആയിട്ടും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടാഞ്ഞിട്ട് നമുക്ക് ജോയ്സ്റ്റിക്ക് വഴി സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷനും കൂടെ നമുക്ക് ഉണ്ട്. അത് വർക്ക് ഫ്ലോ അല്പം കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. അടുത്ത ഇതിൽ മെയിൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് RSന്റെ ഇന്റലിജന്റ് ട്രാക്കിംഗ് മോഡാണ്. ഇതൊരു നെക്സ്റ്റ് ലെവലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇതൊരു മാഗ്നറ്റിക് ക്യാമറയാണ്. ഇത് നമ്മൾ ഗിംബലിൽ വെച്ചാൽ മതി, ഇങ്ങനെ ഫിറ്റ് ചെയ്യാനൊന്നും വേണ്ട. അത് രണ്ടും മാഗ്നറ്റിക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങ് വെച്ചാൽ മതി. ക്യാമറ നമ്മൾ സബ്ജക്റ്റിനെ ഫേസ് ട്രാക്ക് ചെയ്തോളും. അതൊരു വലിയൊരു അപ്ഡേറ്റാണ്. നമ്മളിത് ട്രാക്ക് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്, നമ്മളൊരു ഫിക്സഡ് ഫ്രെയിമിൽ ഒരു സബ്ജക്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗിംബൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫ്രെയിമിൽ മാറ്റമൊന്നും വരത്തില്ല. ഫ്രെയിം അതേ കണക്ക് തന്നെ കാലിബർ ആയിരിക്കും. സബ്ജക്റ്റിനെ മാത്രം കറക്റ്റാണ് ട്രാക്ക് ചെയ്തോളും. അതൊരു ഭയങ്കര അപ്ഡേറ്റ്. അത് കാരണം നമുക്ക് ആക്ഷൻ ഷോട്ട്സും മൂവ്മെൻറ്റ് ഷോട്ട്സും ഒക്കെ ഭയങ്കര രീതിയിൽ അതൊരു വെഡ്ഡിങ് ഫീൽഡിലും വളരെ വലിയൊരു അപ്ഡേറ്റ് എനിക്ക് തോന്നിയായിരുന്നു. അതിന് വരാൻ പോകുന്ന ബാക്കിയുള്ള ഗിംബൽ ബ്രാൻഡ്സിലൊക്കെ എന്തായാലും ഒരു വൻ ഒരു മാറ്റം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. യൂസേഴ്സിന് ഭയങ്കര വർക്ക് ഫ്ലോ സ്പീഡപ്പ് ആക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറുകളിൽ, അതായത് ഫോട്ടോഷോപ്പ്, പ്രീമിയറിലൊക്കെ എങ്ങനെ എത്രമാത്രം വർക്ക് ഫ്ലോ സ്പീഡപ്പ് ആക്കിയോ അതേ പാറ്റേൺ തന്നെ ഇപ്പോൾ എല്ലാ ഹാർഡ്വെയർസിലും വരുന്നുണ്ട്. അതിലൊരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്, ഗിംബലിന് പണ്ട് എന്തോരം കഷ്ടപ്പാടാണ്. അതായത് ഒരു ആക്ഷൻ സബ്ജക്റ്റിനെ കറക്റ്റ് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എളുപ്പ പാടാണ്. കാരണം ക്യാമറയിലും ഗിംബലിനും തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നു. ഇപ്പോൾ ഓൾറെഡി സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മൂവ് ആയാൽ മതി, ഗിംബൽ അത് ഓട്ടോമാറ്റിക്കലി കാലിബ്രേറ്റ് ചെയ്തോളും. അതൊരു വലിയൊരു അപ്ഡേറ്റ്. പിന്നെ ഈ ഫേസ് ട്രാക്കിങ്ങിൽ അവർ ചെറിയ ഇതിൽ മാർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 10 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമുക്കിത് കറക്റ്റാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. സബ്ജക്റ്റും ഗിംബലും തമ്മിൽ 10 മീറ്റർ ഡിസ്റ്റൻസ് വരെ കറക്റ്റ് അത് ട്രാക്ക് ചെയ്തോളും എന്നൊരു ചെറിയ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നല്ലത് പറയുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഗിംബൽസിനും വലിയൊരു അപ്ഡേറ്റ് വരുത്തും. ബാറ്ററി ബാക്കപ്പിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. 30% കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 13 hours ചാർജിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൺ വർക്കാണ്. യൂസ് ചെയ്യുന്ന ബോഡി ഹാൻഡ്ലിംഗ് ഒക്കെ അതൊക്കെ നോക്കിയിട്ടായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഘടകം, ഇത് ഹാൻഡിൽ ചെയ്യുന്ന വെയിറ്റ് ആണ്. 2 kg വരെ നമുക്ക് ഈ ഗിംബലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇതെടുക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കമൻറ്റിലേക്ക്. ഇനി ഞങ്ങൾ ക്യാമറ ബേസ്ഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.